കണ്ണൂർ എന്ന് പറയുന്നത് CPM-ന്റെ കോട്ടയാണല്ലോ. CPM-ന്റെ കോട്ട എന്ന് പറയുന്നത് കണ്ണൂരാണ്. ആ കണ്ണൂർ കോട്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇളകുക മാത്രമല്ല, അതിന്റെ അടിത്തറയാകെ തകർന്നു. ഇപ്പോഴിതാ അവിടെ നിന്ന് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി കുറ്റപ്പെടുത്തുകയാണ്. ഇതിന്റെ ഒക്കെ മൂലകാരണം കാരണഭൂതത്തിന്റെ പെട്ടിതൂക്കിയായ MV ഗോവിന്ദനുമാണ് എന്ന് പറയുമ്പോ CPM-നുള്ളിൽ കനത്തൊരു വിള്ളൽ രൂപപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി ഇനി ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. മറ്റൊരു സംഭവം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഏതാനും ഒരാഴ്ച മുമ്പായിരുന്നല്ലോ നമ്മൾ നിയമസഭയിൽ കണ്ടത്, അല്ലെ? നിയമസഭയിൽ കാരണഭൂതത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് KN ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു വകക്ക് കൊള്ളാത്ത ഒരുത്തൻ പറയുകയാണല്ലോ, നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ എണീറ്റ് പറയണ്ടേ എന്ന് ചോദിക്കുകയാണ്. അതായത് ഭരണപക്ഷത്തിന് മറുപടി നൽകാൻ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ താങ്കൾ എന്താടോ മിണ്ടാതിരിക്കുന്നത്, എണീറ്റ് വല്ലതും പറയടോ എന്ന് പിണറായി വിജയന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് KN ബാലഗോപാൽ എന്ന് പറയുന്ന പുല്ലുവരെയുള്ള, അല്ലെ, CPM എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിൽ KN ബാലഗോപാലൻ ആര് KN ബാലഗോപാലൻ ഇന്നലെ വരെ ഈ പറയുന്ന പിണറായി വിജയന്റെ പെട്ടി തൂക്കി നടന്ന പിണറായി വിജയൻ ഈ പണ്ട് വി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് VS-ന്റെ ഓഫീസിൽ നിന്ന് ഫയലുകൾ അടിച്ചു മാറ്റാൻ ചുമതലപ്പെടുത്തിയിരുന്ന KN ബാലഗോപാൽ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തെ കുറിച്ച് ഒരു ബോധവും വിവരവും ഇല്ലാത്ത, പാണ്ഡ്യാല ഷാദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വകക്ക് കൊള്ളാത്ത KN ബാലഗോപാലാണ് കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കഴിഞ്ഞ 10 വർഷം ഭരിച്ച മുൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുന്നത്, അദ്ദേഹത്തെ അപഹസിച്ചുകൊണ്ട് പറയുന്നത്, എടോ വല്ലതും പറയടോ, താനല്ലേടോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെ MV ഗോവിന്ദനെതിരെ പാർട്ടിക്കുള്ളിൽ അതിശക്തമായ കലാപം രൂപം കൊള്ളുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന KN ബാലഗോപാലിന്റെ ഈ രീതിയിലുള്ള പെരുമാറ്റം, MV ജയരാജന്റെ ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനം, ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഇന്നലെ വരെ പാർട്ടിക്കൊപ്പം നിന്ന ആളുകൾ പാർട്ടിയെ തള്ളിപ്പറയുകയാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. ഈ പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള ഈ മുകൾ തട്ടിലുള്ള നേതാക്കൾ മാറിയാൽ, അവരെ മാറ്റിയാൽ പാർട്ടി രക്ഷപ്പെടുമോ? അതാണ് ചോദ്യം. നമുക്കിപ്പോ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്, അന്തംഗമ്മികൾ ഒഴികെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഈ CPM-നെ ഈ വിധം നശിപ്പിച്ചത് പിണറായി വിജയനും MV ഗോവിന്ദനും ഈ പെട്ടിതൂക്കി രാകേഷ് ഉൾപ്പെടെയുള്ള ഈ തരത്തിലുള്ള ചില ജില്ലാ നേതാക്കന്മാരും ചില മണുകുണാഞ്ചന്മാരുമാണ് പാർട്ടിയെ ഈ കോലത്തിലാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരെ മാറ്റിയാൽ പകരം ആര്? അവിടെയാണ് പ്രശ്നം. രണ്ടാം നിര നേതാക്കളില്ല ഈ പാർട്ടിയിൽ, പകരം ഒരുപക്ഷെ നിങ്ങൾ കൈവരം ചൂണ്ടുന്നത് M സ്വരാജിനെയായിരിക്കും. അങ്ങനെയാണല്ലോ. ഇപ്പൊ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് പകരം പലരും ചൂണ്ടിക്കാട്ടുന്നത് സ്വരാജ് വരട്ടെ. ഈ സ്വരാജിന്റെ സ്ഥിതി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെ? സ്വരാജ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു 4-5 സ്വരാജിന്റെ അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ആദ്യത്തേത് എന്താണെന്നറിയോ? VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന CPM-ലെ കാലത്തെയും ജനപ്രിയ നേതാവിനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ മനുഷ്യനല്ല, അധമനായ ഒരു മൃഗം പോലും നാണിക്കും ഇയാളുടെ പേര് പറഞ്ഞാൽ. ആ രീതിയിലുള്ള സ്വരാജാണ് പറഞ്ഞത് ഇയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം. ആർക്ക്? VS അച്യുതാനന്ദന്, അല്ലേ? സ്വരാജ് ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ആളാണ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ ആളല്ലേ M സ്വരാജ്, അല്ലേ? പിന്നെ ഇയാളെന്താ പറഞ്ഞത്? വി കുഞ്ഞികൃഷ്ണൻ സഖാവിനെ കള്ളൻ എന്ന് വിളിച്ച ആള്, അല്ലേ? എടോ സ്വരാജെ, ആ വി കുഞ്ഞികൃഷ്ണനെയാണ് മഹാഭൂരിപക്ഷത്തിൽ പയ്യന്നൂരിലെ ആൾക്കാർ ജയിപ്പിച്ചതോ. പയ്യന്നൂരിലെ നിങ്ങളുടെ സഖാക്കൾ ഉൾപ്പെടെ വിജയിപ്പിച്ച ആളാടോ വി കുഞ്ഞികൃഷ്ണൻ. അയാളല്ലടോ താൻ കള്ളൻ എന്ന് വിളിച്ചത്, അല്ലേ? പിന്നെ എന്തൊക്കെ ശബരിമലയിൽ അയ്യപ്പനും മാളിയപ്പുറത്തമ്മയും കല്യാണം കഴിച്ചു അത്രേ. ഇവിടെ ഹൈന്ദവ വിഭാഗത്തിന്റെ സംയമനം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട CPM-ലെ അധമനായ തെമ്മാടിയാണ് M സ്വരാജ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് നിഷേധിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കുറിച്ച് ഇങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? കോടിക്കണക്കിന് ജനങ്ങൾ, അല്ലേ?
കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ, മാളിയപ്പുറത്തമ്മ ഇരുവരും കല്യാണം കഴിച്ചു. അത്രേ, ഇരുവരും കല്യാണം കഴിച്ചു എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചവനാണോ ഈ തെമ്മാടി, അല്ലേ എം സ്വരാജ്? ഇവിടെ പ്രളയമുണ്ടായപ്പോ അത് മാളിയപ്പുറത്തമ്മ കരഞ്ഞത്രേ. മാളിയപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണ് ഇവിടെ പ്രളയമുണ്ടായത് എന്ന് പറയുന്ന അധമനല്ലോ സ്വരാജ്. ഇവനാണോ ഈ പാർട്ടി നയിക്കാൻ വരുന്നത്? പിന്നെ ആര്? നിങ്ങൾ പറ, ആരാണ്? ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് പോലും ഈ CPM-ന്റെ രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ ഇല്ല. മൂന്നാം നിരയിലെ നേതാക്കന്മാരൊക്കെ നമ്മൾ നോക്കിയാൽ അച്ഛനില്ലാ നേരത്തെ അമ്മക്കുണ്ടായ പട്ടികളെ എന്ന് വിളിച്ച് ജാഥ നടത്തിയ ചിന്താ ജെറോമിനെ പോലെ, അല്ലേ? കന്യു എന്ന് പറഞ്ഞ് അപഹാസ്യനായ റഹീമിനെ പോലെ, തോൽക്കാൻ മാത്രം ജനിച്ച ജെക്സി തോമസിനെ പോലെ, അല്ലേ? താൻ പറയുന്നത് എന്തെന്ന് തനിക്ക് പോലും അറിയാതെ ഇവിടെ ഏറ്റവും എന്താ പറയാ കോമാളിയായി മാറിയ ശിവപ്രസാദ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു നേതാവ്. ഇങ്ങനെയുള്ള അപഹാസ്യരായ കോമാളിക്കൂട്ടങ്ങൾ, ഈ കോമാളിക്കൂട്ടങ്ങളല്ലേ ഈ മൂന്നാം നിര എന്ന് പറയുന്നത്? അപ്പോൾ ഈ പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ നിങ്ങൾ അവരെ മാറ്റിയാൽ പകരം ആര്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചിമ ബംഗാളിനെ പോലെ ത്രിപുരയെ പോലെ CPM വേരറ്റു പോകുകയാണ്. ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ പരിശോധിച്ചോ? അവർ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെയും അവർക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ നിങ്ങൾ എണ്ണിക്കോ. കാരണഭൂതം മുതൽക്ക് ധർമ്മടത്ത് കാരണഭൂതത്തിന് 2021 കിട്ടിയ വോട്ടും 2026 കിട്ടിയ വോട്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര? എങ്ങനെ പോയി? എങ്ങോട്ട് പോയി? മരുമോൻ ബേപ്പൂരിൽ 2021 കിട്ടിയ വോട്ടുകൾ എത്രയായിരുന്നു? 2026 കിട്ടിയ വോട്ടുകൾ എത്രയായിരുന്നു? ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോയി? 2 മണ്ഡലങ്ങൾ മാത്രമല്ല, എണ്ണി പറയുകയാണെങ്കിൽ എത്ര? ഒരു മണ്ഡലത്തിൽ പോലും 2021 നേടിയ അത്രയും വോട്ടുകൾ നേടാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ അർത്ഥം അവർക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു ശരാശരി കണക്കെടുത്താൽ ഏതാണ്ട് 20,000-നും 30,000-നും ഇടക്ക് വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ 2026 തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ തോറ്റു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. 3 തെരഞ്ഞെടുപ്പിൽ അടിക്കടി തോറ്റ പാർട്ടി ഇനി ഇവർ എവിടെയാണ് ജയിക്കാൻ പോകുന്നത്? ഈ നില തുടർന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് 2029 ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ CPM-ന് പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു രീതിയിലാണ് ഇവരുടെ പ്രവർത്തനമെങ്കിൽ പറ്റുമോ? ഈ രീതിയിലേക്കാണ് CPM-ന്റെ പോക്ക്. കാരണം ഇവർക്ക് ഇപ്പൊ നമുക്ക് ഇപ്പോഴുള്ള നിയമസഭയിൽ UDF-ന്റെ അതായത് ഭരണപക്ഷത്തിന്റെ വിവിധങ്ങളായ അവരുടെ എന്താ പറയാ അവരുടെ പ്രവർത്തനങ്ങൾ, വിവിധ രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ശരി തെറ്റുകളിലേക്കല്ല ഞാൻ പറയുന്നത്. ഭരണപക്ഷത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കൃത്യതയോടെ നിരീക്ഷിക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പ്രതിപക്ഷത്തിരിക്കുന്ന CPM-ന് കഴിയുന്നുണ്ടോ? നിങ്ങൾ എടുത്തോ, ഓരോ വിഷയമെടുത്തോ. PM ശ്രീ ഒരക്ഷരം മിണ്ടാൻ CPM-ന് പറ്റുന്നുണ്ടോ? PM ശ്രീയിൽ ഒപ്പിട്ടതാരെ? CPM അല്ലേ? ബെക്കാടി കമ്പനി അതായത് ഈ വില കുറഞ്ഞ മദ്യം ഇവിടെ ഒഴുക്കണമെന്ന് ആദ്യമായി തീരുമാനമെടുത്തതാര്? CPM. ഇപ്പോ ഏറ്റവും പുതിയ വിശേഷം എന്താ പറയാ, അദാനി അപകടകാരി. ഈ അദാനിയെ കഴിഞ്ഞ 10 വർഷം തലയിലേറ്റി കൊണ്ടു നടന്നതാര്? CPM. മിണ്ടാൻ പറ്റില്ല എന്നായി ഇവർക്ക് ഒരു വിഷയത്തിലും UDF സർക്കാരിനെ എതിരെ ഒരു വാക്കുപോലും. പക്ഷെ ഇവര് മിണ്ടുന്നുണ്ട്. ഇവരെ മിണ്ടുമ്പോൾ ഇവർ അപഹാസ്യരായി തീരുകയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കാരണഭൂതം കഴിഞ്ഞ നിയമസഭയിൽ മിണ്ടാതിരുന്നത്, ഒച്ചപ്പാടും ബഹളം ഉണ്ടായപ്പോൾ മിണ്ടാതിരുന്നത്. അപ്പോഴാണ് ബാലഗോപാൽ കൈകൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? വായ തുറന്നു പോലും പറയടോ, താനല്ലടോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് KN ബാലഗോപാലൻ പറഞ്ഞത്. അപ്പോ ഈ രീതിയിൽ
ആകെ നാറി നാറി ഇനി അങ്ങോട്ട് നാറാനില്ല. ആ പരുവത്തിലാണ് CPM എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ. CPM-നോടുള്ള വിരോധം കൊണ്ടല്ല പറയുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുക. കാരണം ഒരു 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 പ്രതിപക്ഷം വേണം, ശക്തമായ ഒരു പ്രതിപക്ഷം വേണം. പ്രതിപക്ഷം ഉണ്ടാവുമ്പോൾ മാത്രമേ ഭരണപക്ഷത്തിന് പോലും അത് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ തെറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു പക്ഷേ അതിന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. തെറ്റുകൾ ചൂണ്ടിക്കാട്ടി കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തെ നേരായ പാതയിലേക്ക് നയിക്കേണ്ടത്. ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള സ്വാധീനങ്ങൾ വരും, ഒരുപാട് തെറ്റുകൾക്ക് സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ഇതല്ല ശരി, ഇതല്ല നിങ്ങൾ ശരിയായ പാതയിലേക്ക് നടക്കണം എന്ന് പറയേണ്ടത് പ്രതിപക്ഷമാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുന്നില്ല. കാരണം സകലമാന ചെറ്റത്തരങ്ങളും സകലമാന തെണ്ടിത്തരങ്ങളും സകലമാന തെമ്മാടിത്തങ്ങളും കഴിഞ്ഞ 10 വർഷം ചെയ്തവർക്ക് കൈവിരൽ ചൂണ്ടാൻ എന്ത് അവകാശമാണ് ഉള്ളത്? അതുകൊണ്ടൊക്കെ തന്നെ പ്രതിപക്ഷമില്ലാത്തൊരു കേരളം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, മുമ്പൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ ഇതാ കേരളം ബംഗാളാകുന്നു, കേരളം ത്രിപുരയാകുന്നു എന്ന് പറയുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഇനി ആരും പറയില്ല. എത്ര പെട്ടെന്നാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് അടുത്ത 3 വർഷത്തിനപ്പുറം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു സൂചികയാണ്. ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ, ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ പോലും CPM ജയിക്കാൻ പോകുന്നില്ല, നിയമസഭയിലേക്ക് ഒരു സീറ്റിൽ പോലും CPM ജയിക്കാൻ പോകുന്നില്ല. അതോടുകൂടി CPM-ന്റെ കഥ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവർ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്കൊരു സംവാദമാകാം. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മുമ്പൊക്കെ പറയാറുണ്ട്, കേരളം സമീപകാലത്ത് തന്നെ ബംഗാളായി മാറും, അല്ലെങ്കിൽ ത്രിപുരയായി മാറും എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി നാമാവശേഷമാകാൻ പോകുകയാണ്, ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ കേരളത്തിലും എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു വാദഗതിയാണ് കേട്ടോ. പക്ഷെ അപ്പോഴൊക്കെ ഈ അന്തംഗമ്മികൾ മാത്രമല്ല, അന്തംഗമ്മികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ സാധാരണ പറയാറുള്ളത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കേരളത്തിൽ ബംഗാളിനെ പോലെ അല്ലെങ്കിൽ ത്രിപുരയെ പോലെ CPM നാമാവശേഷം ആകില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അടിയൊഴുക്കുകൾ നമുക്ക് കാണാതിരുന്നുകൂടാ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് CPM-നോടുള്ള ശത്രുത കൊണ്ട് CPM നശിച്ച് നാറാണക്കല്ല് കാണട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നതല്ല. വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ, ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അതായത് കണ്ണൂരിലെ MV ജയരാജൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. പിണറായി വിജയന്റെ ഒക്കെ വിശ്വസ്തനായിരുന്നു. നേരത്തെ പിണറായി വിജയന്റെ ഒക്കെ പേഴ്സണൽ അസിസ്റ്റന്റ് ഒക്കെ ആയിരുന്നു MV ജയരാജൻ. കണ്ണൂരിലെ അതിശക്തൻ MV ഗോവിന്ദനെ പോലെ തന്നെ. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയി, പക്ഷേ MV ജയരാജൻ സെക്രട്ടേറിയറ്റ് അംഗമാണ്. MV ജയരാജൻ ഇന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തളിപ്പറമ്പിലും പയ്യന്നൂരും. അതാണല്ലോ കണ്ണൂരിലെ ഈ 2 കോട്ടകളിലാണ് CPM തറപറ്റിയത് എന്ന് പറഞ്ഞാൽ CPM-നുള്ളിലുള്ള, അതായത് CPM-കാർ തന്നെ CPM-നെതിരെ വോട്ട് ചെയ്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞ പോലെ നേതൃത്വത്തെ അണികളാണ് തിരുത്തേണ്ടത് എന്നുള്ള രീതിയിൽ നേതൃത്വം ചെയ്ത തോന്നിവാസങ്ങളെ, തെമ്മാടിത്തങ്ങളെ ഈ 2 മണ്ഡലങ്ങളിലും അണികൾ തിരുത്തുകയായിരുന്നു. പയ്യന്നൂരും തളിപ്പറമ്പിലും. അറിയാലോ, തളിപ്പറമ്പില് സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചത് PK ശ്യാമളയായിരുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത PK ശ്യാമള എന്ന് കേൾക്കുമ്പോൾ തന്നെ ആന്തൂർ സാജന്റെ മരണത്തിന് ഉത്തരവാദിയായ, ഒരു തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളോടും ഒരു തരത്തിലും ഐക്യപ്പെടാത്ത, വെറും അധികാരക്കൊതി മാത്രമുള്ള,
പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദൻ മത്സരിച്ച സീറ്റ് ഗോവിന്ദന് ശേഷം തന്റെ ഭാര്യക്ക് അത് തീരെഴുതി കൊടുക്കണം എന്നുള്ള രീതിയിൽ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിച്ചു. PK ശ്യാമളയേക്കാൾ യോഗ്യതയുള്ള നിരവധി സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. വനിതാ സ്ഥാനാർത്ഥി തന്നെ വേണമെങ്കിൽ വനിതാ സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു, സുകന്യയെ പോലെയൊക്കെയുള്ള. അപ്പോൾ ഈ PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ജില്ലാ കമ്മിറ്റിയിലെ മുഴുവൻ പേര് എതിർത്തു. ശരിയല്ല, ഈ തീരുമാനം ശരിയല്ല, തിരുത്തണം എന്ന് പറഞ്ഞു. പക്ഷെ തിരുത്തിയില്ല എന്ന് പറഞ്ഞാൽ MV ഗോവിന്ദനും കാരണഭൂതവും ഉൾപ്പെട്ട CPM-നെ നശിപ്പിച്ചേ അടങ്ങൂ, അല്ലേ? CPM-ന്റെ പുക കണ്ടേ ഞങ്ങൾ അടങ്ങൂ എന്ന് ദൃഢനിശ്ചയമെടുത്ത കേരളത്തിലെ 2 നേതാക്കന്മാരാണ് കാരണഭൂതവും ഈ പറയുന്ന അപ്പം ഗോവിന്ദനും. ഈ രണ്ടുപേരുടെയും ഒരു എന്താ പറയാ കൊടുക്കൽ വാങ്ങൽ, കാരണഭൂതം ചെയ്യുന്ന എല്ലാ തമ്മാടിത്തങ്ങളും ഒതുക്കി വെക്കുന്ന അല്ലെങ്കിൽ അതിന് ചൂട്ടുപിടിക്കുന്ന, കള്ളന് കഞ്ഞി വെക്കുന്ന പരിപാടിയുള്ള ഈ MV ഗോവിന്ദൻ എന്ന് പറയുന്ന അപ്പം ഗോവിന്ദന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കുടപിടിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കാരണഭൂതം, ഇവരുടെ രണ്ടുപേരുടെയും പിടിവാശിയിലാണ് PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അതിനെ തുടർന്നായിരുന്നല്ലോ അവിടെ TK ഗോവിന്ദൻ എന്ന് പറയുന്ന കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നു, അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. അപ്പോഴെന്താ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്തംകമ്പിയുടെ ഓർമ്മയുണ്ടോ? KK രാഗേഷ് എന്ന് പറഞ്ഞ പെട്ടി തൂക്കി പറഞ്ഞു 10 വോട്ടുകൾ കിട്ടില്ല ഇയാൾക്ക്. ആർക്ക്? TK ഗോവിന്ദന് 10 വോട്ടുകൾ കിട്ടില്ല. അയാൾക്കാര് വോട്ട് ചെയ്യാൻ? TK ഗോവിന്ദനും ഭാര്യയും വോട്ട് ചെയ്യാൻ വന്നപ്പോ കൂക്കി വിളിപ്പിച്ചു, അല്ലേ? 10 വോട്ട് കിട്ടില്ല ഇവർക്ക്. അവസാനം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ തളിപ്പറമ്പിൽ ഗംഭീര വിജയം TK ഗോവിന്ദന്. എവിടുന്ന് വന്ന വോട്ടാ? UDF-ന്റെ വോട്ടോ? BJP-യുടെ വോട്ടോ? എടോ, വോട്ട് ചെയ്ത് മുഴുവൻ CPM-കാരാണ്. CPM-കാർ വോട്ട് ചെയ്താലേ അവിടെ TK ഗോവിന്ദൻ വിജയിക്കുമായിരുന്നുള്ളൂ. ഇതെല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ പാർട്ടി അണികൾ തന്നെ പാർട്ടിയെ കൈവിട്ടു. ഇവിടെ തളിപ്പറമ്പിൽ പാർട്ടി പാഠം പഠിച്ചോ പാഠം? പയ്യന്നൂരിൽ സമാനമായ സ്ഥിതിഗതിയായിരുന്നു. അവിടെ TI മധുസൂദനെ തന്നെ മത്സരിപ്പിക്കണം. ആരാ TI മധുസൂദനൻ? രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചവൻ, പാർട്ടി ഫണ്ട് പല രീതിയിലുള്ള, അല്ലെ, പല വിഭാഗങ്ങളിലുള്ള പാർട്ടി ഫണ്ട് കൊള്ളയടിച്ചവൻ എന്ന് ആരാ പറഞ്ഞത്? വി കുഞ്ഞികൃഷ്ണൻ സഖാവ്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ ആദർശ ശുദ്ധിയുള്ള വി കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞു, പാർട്ടി ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചിരിക്കുന്നു, കണക്ക് വെക്കണം. കണക്ക് വെച്ചില്ല. വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ കണക്ക് ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ കക്കും, ഞങ്ങൾ മുക്കും, ഞങ്ങൾ നക്കും. അതാണ് CPM എന്ന് പെട്ടി തൂക്കി രാഗേഷ് പറഞ്ഞു. പലതവണ പാർട്ടി പത്രസമ്മേളനങ്ങൾ നടത്തി പരിഹാസ്യനായി. പൊതുജനം ചോദിച്ചാൽ ഞങ്ങൾ നൽകില്ല, ബഹുജനം ചോദിച്ചാൽ ഞങ്ങൾ കണക്ക് നൽകും. ഒരു പൊതുജനത്തിനും ഒരു ബഹുജനത്തിനും കണക്ക് നൽകിയില്ല പെട്ടി തൂക്കി ഇതുവരെ. ആ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ കള്ളൻ എന്ന് വിളിച്ചു. ആര്? M സ്വരാജ് എന്ന് പറയുന്ന പൂമരൻ, അല്ലേ? അയാൾ കള്ളനാണ്. M സ്വരാജ് എന്ത് അടിസ്ഥാനത്തിലാണ് വി കുഞ്ഞികൃഷ്ണനെ കള്ളൻ എന്ന് വിളിച്ചത്? എടോ, കള്ളന്മാര് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലാണെന്നേ. നിങ്ങളുടെ പാർട്ടിക്കുള്ളിലാണ് കള്ളന്മാരെന്നും നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ കള്ളന്മാരുടെ ആ മുഖംമൂടി പിച്ച് ചീന്തുകയായിരുന്നു കുഞ്ഞികൃഷ്ണൻ, അല്ലേ? അവസാനം എന്താ സംഭവിച്ചത്? കുഞ്ഞികൃഷ്ണനും അവിടെ മത്സരിക്കുന്നു, പയ്യന്നൂരിൽ മത്സരിക്കുന്നു, ഗംഭീര വിജയം. പയ്യന്നൂർ എന്ന് പറഞ്ഞ കോട്ടയിൽ 1,00,000-ലേറെ വോട്ടുകൾക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്, വോട്ടുകൾക്കല്ല, 1,00,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പാർട്ടി സഖാക്കൾ വിജയിക്കാറുള്ള പയ്യന്നൂർ മണ്ഡലത്തിൽ ഗംഭീര വിജയം കുഞ്ഞികൃഷ്ണൻ നേടുന്നു. ആരാ വോട്ട് ചെയ്തത്? കമ്മ്യൂണിസ്റ്റുകാർ. അവസാനമാണ് പെട്ടി തൂക്കി രാഗേഷ് പറഞ്ഞത്, അയ്യയ്യയ്യേ, കമ്മ്യൂണിസ്റ്റുകാരല്ല വോട്ട് ചെയ്തത്, അത് പള്ളി പറഞ്ഞിട്ടാണ്. പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ട് ചില ഇസ്ലാമിക തീവ്രവാദികളാണ് വോട്ട് ചെയ്തത്. ഞങ്ങളുടെ സഖാക്കളൊന്നും വോട്ട് ചെയ്യില്ല. മുഴുവൻ പള്ളി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മുസ്ലിം വിഭാഗം ആണ് വോട്ട് ചെയ്തത്. ഇവന്റെയൊക്കെ വാക്കുകൾ
ഇവന്റെയൊക്കെ വാക്കുകൾക്ക് പുല്ലുവിലയല്ലേ, പുല്ലുവില. ആര് ആര് വിശ്വസിക്കാൻ? അത് ഒരു ഭാഗത്ത് കിടക്കട്ടെ. ഇത് ഒരു പഴയ കഥ ഞാൻ പറഞ്ഞതാണ്, ഒരു ചരിത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിതാ MP ജയരാജൻ പറയുകയാണ്, തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയം തെറ്റിപ്പോയി. പറയുന്നത് ആര്? ഇന്നലെ വരെ ഇവരോടൊപ്പം നിന്ന പിണറായി വിജയന് വേണ്ടി പിണറായി വിജയന്റെ ആസനം കഴുകിക്കൊടുത്ത MP ജയരാജനാണ് പറയുന്നത് തെറ്റി. പയ്യന്നൂരിലും ഇവിടെ തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം തെറ്റി എന്ന് MP ജയരാജൻ പറയുന്നു. നമ്മൾ ഇതേ അഭിപ്രായം നമ്മൾ കേട്ടതാണ് 2 ആഴ്ചകൾക്ക് മുമ്പ്. MA ബേബി എന്ന് പറയുന്ന ആരാ? MA ബേബി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അല്ലേ? പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു, പാർട്ടിക്ക് തളിപ്പറമ്പിൽ സീറ്റ് എങ്ങനെ നഷ്ടപ്പെട്ടു, അവിടെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു, അവിടെ PK ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കരുതായിരുന്നു. അങ്ങനെ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഥാനാർത്ഥി അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു. മാറ്റുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടായിരുന്നു. ആരെ കൈവരൽ ചൂണ്ടിയാ പറഞ്ഞത്? MP ഗോവിന്ദന് നേർക്ക് കൈവരൽ ചൂണ്ടിക്കൊണ്ട് ആരാ പറഞ്ഞത്? പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാ പറഞ്ഞതെന്ന്. പക്ഷേ MP ഗോവിന്ദന് പുച്ഛം. എന്ത് പാർട്ടിയുടെ എന്ത് ദേശീയ ജനറൽ സെക്രട്ടറി? കാരണഭൂതം കയ്യിലല്ലേ? കാരണഭൂതത്തിന്റെ മുകളിൽ ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയും ഇല്ല. നമ്മൾ കണ്ടിരുന്നു. എപ്പോ? AKG മന്ദിരം അല്ലേ? കോടികൾ മുടക്കിപ്പണിത 2ാം AKG മന്ദിരം, അതിന്റെ ഉദ്ഘാടന വേളയിൽ MA ബേബി എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരങ്ങളിൽ ഒരുത്തനായി ആ ജനസമുദ്രത്തിനിടയിൽ തിങ്ങി ഞെരുങ്ങി നിന്നത് നാം കണ്ടു അല്ലേ? കാരണഭൂതത്തിന്റെ അടുത്തേക്ക് MA ബേബിയെ പ്രവേശിപ്പിച്ചില്ല. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന ആദ്യമായി പിണറായി വിജയൻ പുച്ഛിച്ചു, പരിഹസിച്ചു. എടോ നീയൊക്കെ അവിടെ നിന്നാ മതി, എടോ MA ബേബി നീയൊക്കെ അവിടെ നിന്നാ മതി, നീ സഞ്ചി തൂക്കിയാണ്, നീ അവിടെ നിന്നാ മതി, ഞാൻ തീരുമാനിക്കും. കാരണഭൂതം തീരുമാനിക്കും. കാരണഭൂതത്തിന്റെ എല്ലാ തോന്നിവാസങ്ങളും എല്ലാ തെമ്മാടിത്തങ്ങളും അംഗീകരിക്കുന്ന എന്നെ രാജാവായി ചക്രവർത്തിയായി ഈ പാർട്ടിയുടെ പരമാധികാരിയായി അംഗീകരിക്കുന്നവർ എന്റെ ഒപ്പം നിൽക്കും, നീ അവിടെ നിന്നാ മതി. ആ നിസ്സഹായനായ MA ബേബിയെയാണ് നമ്മൾ അതിനുശേഷം കണ്ടുവരുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയും. പുല്ലുവല ആർക്ക്? ഈ പറയുന്ന കാരണഭൂതത്തിനും MP ഗോവിന്ദനും. ഈ രണ്ടുപേര് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ പുച്ഛിച്ചു തള്ളി. അതൊന്നുമല്ല, ഇവിടെ കാരണഭൂതത്തിന് തെറ്റുപറ്റില്ല. കാരണഭൂതത്തിന്റെ 1ാം നമ്പർ സിംഗിടിയായ MP ഗോവിന്ദനും തെറ്റുപറ്റില്ല എന്നാണ് ഇവർ അവസാനം കണ്ടെത്തിയത്. അപ്പോഴാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയോടൊപ്പം നിന്നിരുന്ന MP ജയരാജൻ അല്ലേ? MP ജയരാജനാണ് പറയുന്നത് തെറ്റുപറ്റി. ഇവിടെ ഈ 2 മണ്ഡലങ്ങളിൽ തുറന്നടിച്ചു. പക്ഷേ MP ഗോവിന്ദൻ എടുത്തടിച്ച പോലെ പറയാണല്ലോ. പലരും പലതും പറയും. പറഞ്ഞത് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമല്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമല്ലേ സഖാവേ? എന്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം? അതിനൊന്നും ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല. കാരണം എനിക്ക് തെറ്റുപറ്റില്ല. ആർക്ക്? MP ഗോവിന്ദന് തെറ്റുപറ്റില്ല, കാരണഭൂതത്തിനും തെറ്റുപറ്റില്ല. ഇയാൾ പറയണം. ഞാനതാ പറഞ്ഞോണ്ട് വരുന്നത്. നിങ്ങൾ കരുതും പോലെ CPM ഒരു കാലത്തും തെറ്റുതിരുത്തില്ല. നിങ്ങൾ ഇവരെ അവസാനം ചെയ്ത ഒരു ഏറ്റവും വലിയ ഒരു അപഹാസ്യമായ ഒരു പ്രവൃത്തി നിങ്ങളുടെ ഓർമ്മയിലില്ലേ? അതായത് ആദ്യം തന്നെ ഇവർ പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് കാരണം കണ്ടെത്താൻ വേണ്ടി ബ്രാഞ്ച് തലത്തിലും ഏരിയ തലത്തിലും ലോക്കൽ തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഞങ്ങൾ അഭിപ്രായം സ്വരൂപിക്കും. പാർട്ടി അംഗങ്ങളോട് അണികളോട് പറയാൻ, അവരുടെ നിർദ്ദേശങ്ങൾ പറയാൻ നിർഭയമായി പറയാൻ ആവശ്യപ്പെടും. പറഞ്ഞു. പാവമണികൾ ഈ പറയുന്ന ബ്രാഞ്ചിലെയും ലോക്കലിലെയും ഏരിയയിലെയും 14 ജില്ലാ കമ്മിറ്റികളിലെയും സഖാക്കൾ പറഞ്ഞു എന്തുകൊണ്ട് തോറ്റു. ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളിൽ, ഇവരുടെയൊക്കെ ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിന്നത് കാരണഭൂതവും ഈ പറയുന്ന ശിങ്കിടിയും ഇതേപോലുള്ള ജില്ലാ സെക്രട്ടറിമാരും ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. അത്തരത്തിൽപ്പെട്ട ആരോപണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് അവസാനം പോളിറ്റ് ബ്യൂറോയിൽ സമർപ്പിച്ചത്. അപ്പോഴാണ് പോളിറ്റ് ബ്യൂറോ പറഞ്ഞത്, അതൊന്നുമല്ല, നിങ്ങൾ പറയുന്നൊന്നല്ല ശരി, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തെറ്റുതിരുത്തൽ രേഖ ഞങ്ങൾ ഇതാ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പോളിറ്റ് ബ്യൂറോ പറഞ്ഞു. ഇതും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം. അപ്പോഴാണ് ഈ MP ജയരാജന്റെ
അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ, സി പി എമ്മിന്റെ കണ്ണൂർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കോട്ടയാണല്ലോ. സി പി എമ്മിന്റെ കോട്ട എന്ന് പറയുന്നത് കണ്ണൂരാണ്. ആ കണ്ണൂർ കോട്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇളകുക മാത്രമല്ല, അതിന്റെ അടിത്തറയാകെ തകർന്നു. ഇപ്പോഴിതാ അവിടെ നിന്ന് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി കുറ്റപ്പെടുത്തുകയാണ്. ഇതിന്റെ ഒക്കെ മൂലകാരണം കാരണഭൂതത്തിന്റെ പെട്ടിതൂക്കിയായ എം വി ഗോവിന്ദനുമാണ് എന്ന് പറയുമ്പോ സി പി എമ്മിനുള്ളിൽ കനത്തൊരു വിള്ളൽ രൂപപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി ഇനി ഒരു തരത്തിലും രക്ഷപ്പെടാൻ പോകുന്നില്ല.